ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം സംഭാവന നൽകിയെന്ന് സ്ഥിരീകരിച്ച സിനിമാ താരങ്ങൾ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരാണ് വിജിലൻസിന് മൊഴി നൽകിയത്. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. അതിനിടെ ശബരിമല സ്വർണ്ണപ്പാളിയിൽ ആസിഡ് സാന്നിധ്യവും കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്തി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരുടെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്നാണ് ഇവരുടെ മൊഴി. ചിലർ സ്വർണത്തിന്റെ അളവ് പറഞ്ഞെങ്കിലും ചിലർ തൂക്കം കൃത്യമായി ഓർക്കുന്നില്ല എന്ന് മൊഴി നൽകി. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരും മൊഴി നൽകാൻ തയ്യാറാണെന്ന് വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. വരുന്ന ആഴ്ച ഇരുവരുടെയും മൊഴിയെടുക്കും. ദേവസ്വത്തിന്റെ രേഖകളിലുള്ള 27 പേരെ കൂടാതെ മറ്റാരെങ്കിലും സ്വർണം സംഭാവന നൽകിയിട്ടുണ്ടോ എന്ന അന്വേഷണവും വിജിലൻസ് തുടങ്ങി. ഇതിനായി സ്വർണം സംഭാവന നൽകിയവർ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമങ്ങളിൽ പരസ്യം നൽകാനാണ് വിജിലൻസ് തീരുമാനം. ഇത്തരത്തിൽ തെളിവുകളുമായി വരുന്നവരുടെ സ്വർണത്തിന്റെ അളവ് കൂടി കണക്കാക്കിയാൽ യഥാർത്ഥത്തിൽ എത്ര സ്വർണം കിട്ടിയെന്ന് ഉറപ്പിക്കാനാകുമെന്നാണ് വിജിലൻസിന്റെ പ്രതീക്ഷ. പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ആസിഡ് സാന്നിധ്യം കണ്ടെത്തിയത്. പാളികളിൽ പലയിടത്തും നൈട്രിക് ആസിഡ് സാന്നിധ്യമുണ്ട്. അപ്രൈസർമാർ പരിശോധനയ്ക്ക് വേണ്ടി പ്രയോഗിച്ചതെന്നാണ് സംശയം. നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത് പരിശുദ്ധി പരിശോധിക്കാനാണ്. ക്രമേണ ഈ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.